പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 27-ഉം 28-ഉം തിരുവചനങ്ങൾ. അവനിത് അരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. കർത്താവ് യേശു മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഒരു വലിയ വാഴ്ത്താണ് ഇവിടെ നാം കേൾക്കുന്നത്. യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ യേശുവിൻ്റെ പ്രബോധനം കേട്ട് യേശുവിൽ നിറഞ്ഞു നിന്ന ദൈവിക ചൈതന്യം തിരിച്ചറിഞ്ഞ് മറ്റൊരിടത്തും കാണാത്ത അസാധാരണമായ സവിശേഷതകൾ യേശുവിൽ കണ്ട് ഒരു സാധാരണ സ്ത്രീ ജനക്കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. ആരാണ് ഇത് പറയുന്നത്? ഒരു സ്ത്രീ, അതും കുറച്ച് പ്രായമായ ഒരാളാവണം. അവർക്കറിയാം ഇത്ര നല്ല ഒരു മകന് ജന്മം നൽകുന്നത് തീർച്ചയായും ഭാഗ്യം നിറഞ്ഞ ഒരു സ്ത്രീയായിരിക്കും. ഭാഗ്യമില്ലാത്ത ഒരാൾക്കും കൃപയില്ലാത്ത ഒരാൾക്കും ദൈവിക അഭിഷേകമില്ലാത്ത ഒരാൾക്കും നിന്നെപ്പോലൊരു മകന് ജന്മം നൽകാൻ സാധിക്കുകയില്ല. നീ ഇത്രമാത്രം അനുഗ്രഹീതമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായത് ഏതോ ഒരു ദൈവികമായ കൃപയുള്ള ഒരാൾ, അഭിഷേകമുള്ള ഒരാൾ നിന്നെ ഉദരത്തിൽ വഹിച്ചതുകൊണ്ടാണ്. വിശുദ്ധ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്, എ ഫ്രൂട്ട് ഡിറ്റർമിൻസ് ദ ട്രീ. ഫലം വൃക്ഷത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ നമുക്ക് തിരിച്ചറിയാം. ഫലത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഉറവിടത്തെ കണ്ടെത്തുന്നത്. ഫലമാണ് എവിടെയാണ് ഉറവയെന്ന് പറഞ്ഞു തരുന്നത്. ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തിൻ്റെ ക്വാളിറ്റി തിരിച്ചറിയുന്നത്. ഇവിടെ യേശുവിൽ നിന്ന് പരിശുദ്ധ മറിയത്തിലേക്ക് റെഫർ ചെയ്യപ്പെടുകയാണ്. യേശുവിൻ്റെ ക്വാളിറ്റി, യേശുവിൻ്റെ നന്മ, യേശുവിൽ നിറഞ്ഞു നിന്ന ദൈവിക ഭാവം, ഇതൊക്കെ മറിയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഈ സ്ത്രീ, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. ഒരു നല്ല അമ്മയാണ് നിനക്കുള്ളത്. നല്ല അമ്മയ്ക്കല്ലാതെ നിന്നെപ്പോലൊരു മകന് ജന്മം നൽകാൻ സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, വിത്തുകളുടെ മാതാവിൻ്റെ തിരുനാൾ ഇന്നലെ നാം കൊണ്ടാടി. നിൻ്റെ ഉള്ളിൽ എന്താണ് അതാണ് പുറത്തു വരുന്നത്. ഒരു വൃക്ഷം നല്ലതാണെങ്കിൽ ആ വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കും. വൃക്ഷം ചീത്തയാണെങ്കിലോ ചീത്ത ഫലം പുറപ്പെടുവിക്കുന്നു. ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഫലം കായ്ക്കുന്നത് ഏത് വൃക്ഷമാണ്? ലോകത്തിലെ ഏറ്റവും നല്ല മരത്തിന്, വൃക്ഷത്തിന് മാത്രമേ ഏറ്റവും നല്ല ഫലം കായ്ക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ പരിശുദ്ധ മറിയത്തിൻ്റെ നന്മ ലോകത്തിലെ മറ്റേതൊരു സ്ത്രീക്കും സംലഭ്യമാകാത്ത നന്മയാണ്. ലോകത്തിലെ ഏറ്റവും അനുഗ്രഹീതയായ ഒരാളാണ് പരിശുദ്ധ മറിയം. കാരണം ഈ ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയുമ്പോൾ യേശുവാകുന്ന ഫലം
യേശുവാകുന്ന ജീവവൃക്ഷത്തിൻ്റെ ഫലം തീരുമാനിക്കുന്നു മറിയത്തിൻ്റെ ക്വാളിറ്റി. വിശുദ്ധ അൽഫോൺസ് ലിഗോരി ഇപ്രകാരം പറയുന്നുണ്ട്: ഇഫ് യു വാണ്ട് എ ഫ്രൂട്ട് മസ്റ്റ് ഗോ അണ്ടർ ദ ട്രീ. ഒരു ഫലം ആവശ്യമാണെങ്കിൽ ഏത് ഫലമാണ് ആവശ്യമുള്ളത്? ആവശ്യമായ ഫലത്തിൻ്റെ വൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് പോകാതെ ആ പഴം പറിക്കാനാവില്ല. ഏതൊരു ഫലമാണ് നീ ആഗ്രഹിക്കുന്നത്, ആ ഫലം കായ്ക്കുന്ന വൃക്ഷത്തിൻ്റെ അടുത്ത് പോകാതെ ആ പഴത്തെ അല്ലെങ്കിൽ ആ ഫലത്തെ പറിച്ചെടുക്കുക സാധ്യമല്ല. ഇതുപോലെ ക്രിസ്തുവിനെയാണ് ഒരാൾക്ക് വേണ്ടതെങ്കിൽ മറിയമാകുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പോകാതെ സാധിക്കുകയില്ല. പരിശുദ്ധ അമ്മയിലൂടെ അല്ലാതെ ക്രിസ്തുവിനെ ഒരാൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയില്ല എന്ന് വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറയുകയാണ്. കാരണം മറിയത്തിലൂടെയാണ് ഈ ലോകത്തിലേക്ക് ക്രിസ്തു കടന്നു വന്നത്. വിശുദ്ധ അപ്രയും ഇപ്രകാരം പറയുന്നുണ്ട്: ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് നാട്ടിവച്ച ഗോവേണിയാണ് പരിശുദ്ധ മറിയം. ദൈവം ഈ ഗോവേണിയിലൂടെയാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. മനുഷ്യർ ഇതേ ഗോവേണിയിലൂടെയാണ് സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നത്. ഈ പാവപ്പെട്ട സ്ത്രീ എത്ര അർത്ഥവത്തായാണ് ദൈവശാസ്ത്രം വിവരിക്കുന്നത്. മകനെ, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. കാരണം നീ അത്ര കണ്ട് ധന്യനാണ്, നീ അത്ര കണ്ട് വിശേഷപ്പെട്ടവനാണ്, നീ അത്ര കണ്ട് അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ നിൻ്റെ അമ്മയും അനുഗ്രഹീതം. പരിശുദ്ധ മറിയത്തെ സ്തുതിക്കുന്ന കൃപ നിറഞ്ഞ മറിയമെന്ന പ്രാർത്ഥനയിൽ ഈ ദൈവശാസ്ത്രം ശരിക്കും വിവരിക്കുന്നുണ്ട്. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം. ശരിക്കും ഈ സ്ത്രീ ഉച്ചരിച്ച അതേ ദൈവവചനം തന്നെയാണ് നാം പ്രാർത്ഥനയിലൂടെ ചൊല്ലുന്നത്. ഒരു പാവപ്പെട്ട സ്ത്രീ ഉരുവിട്ട വാക്യം എത്ര മനോഹരമായ ഒരു പ്രാർത്ഥനയായി മാറുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമുക്കും ഈ സ്ത്രീയെപ്പോലെ യേശുവിൻ്റെ മഹത്വം കണ്ടുകൊണ്ട് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. യേശുവിനെ മാത്രമല്ല ഈ സ്ത്രീ മഹത്വീകരിക്കുന്നത്, യേശുവിനെ കണ്ടുകൊണ്ട് യേശുവിൻ്റെ അമ്മയിലേക്ക് ആ സ്ത്രീ നടക്കാൻ ശ്രമിച്ചു. അമ്മയുടെ വലിപ്പം, മാതൃത്വത്തിൻ്റെ വലിപ്പം ഈ ലോകത്തിന് ഈ സ്ത്രീ വരച്ചു കാട്ടുകയാണ്. നാം പലപ്പോഴും ഫലം കൊണ്ട് തൃപ്തരാകുമ്പോൾ അതിനെത്രയോ വലിയ അനുഗ്രഹമാണ് ആ ഫലം തന്ന വൃക്ഷത്തെ സ്മരിക്കുക. വൃക്ഷത്തെ സ്മരിക്കാതെ ഫലം മാത്രം ഭക്ഷിക്കുന്നത് എന്തൊരു ദൗർഭാഗ്യമാണ്, എന്തൊരു അനുഗ്രഹമാണ് ഈ ഫലത്തോടൊപ്പം വൃക്ഷത്തെയും അനുസ്മരിക്കുന്നത്. ഒരു കാരണമുണ്ടാകുമ്പോൾ അതിന് ഒരു കാര്യമുണ്ടാകുമ്പോൾ അതിനൊരു കാരണമുണ്ട്. ഇഫ് ദർ ഈസ് എ കോസ് ദർ ഈസ് എ റീസൺ. ഇത്രമാത്രം ധന്യമായ ഒരു മകനെ ഈ ലോകത്തിന് സമ്മാനിച്ചത് അനുഗ്രഹീതമായ ഒരമ്മയാണ് എന്ന് നമ്മെ ഈ സ്ത്രീ അനുസ്മരിപ്പിക്കുന്നു. ഈ സ്ത്രീയെപ്പോലെ ക്രിസ്തുവിനെയും അമ്മയെയും ഒരുപോലെ ജീവിതത്തിലുടനീളം കൊണ്ടു നടക്കാനായിട്ട് നമ്മെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.